ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ 9th സ്റ്റാൻഡേർഡിൻ്റെ ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ 7ാമത്തെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതുവരെയുള്ള പാർട്ടുകൾ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് നോൺ യൂണിഫോം ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്തായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ആക്സിലറേഷൻ എന്തായിരുന്നു? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആയിരുന്നു അല്ലേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലേ, അതിനായിരുന്നു നമ്മൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ അല്ലെങ്കിൽ നോൺ യൂണിഫോം ആക്സിലറേഷൻ കൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? നമ്മൾ യൂണിഫോം വെലോസിറ്റിയും നോൺ യൂണിഫോം വെലോസിറ്റിയും നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. യൂണിഫോം വെലോസിറ്റി എന്തായിരുന്നു? നമ്മളുടെ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിട്ട് പോകുന്നതിനെ നമ്മൾ യൂണിഫോം വെലോസിറ്റി എന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ എന്തായിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈക്വൽ ആയിരിക്കും അല്ലേ. ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയാം. ഇനിയിപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓരോ ഇൻ്റർവെൽ ഓഫ് ടൈമിലും ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പേര് വിളിക്കും? നോൺ യൂണിഫോം ആക്സിലറേഷൻ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇപ്പോൾ ആദ്യം ഇവിടം തൊട്ട് ഇവിടം വരെ പിന്നെ ഇങ്ങനെ ഒരു വെഹിക്കിൾ പോവാന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുത്തെ ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഇവിടുന്ന് ഇവിടത്തേക്കുള്ളിയും 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഇവിടുന്ന് ഇവിടത്തേക്കുള്ളിയും 2, ഇവിടുന്ന് ഇവിടത്തേക്കുള്ളിയും 2, ഇങ്ങനെ. പിന്നെ ഉള്ളത് ഇതേ സെയിം ദൂരം തന്നെ പോകുന്നു. ആദ്യം 2, പിന്നെ 3, പിന്നെ 1, പിന്നെയും 2. ഇങ്ങനെയാണെങ്കിലോ ഇത് ഒരേപോലെയാണോ നമ്മളുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വരുന്നത്? അല്ല. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് നോൺ യൂണിഫോം ആയിരിക്കും അല്ലേ. ഇതെന്തായിരിക്കും? നോൺ യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. ഇത് ഓരോ ഇൻ്റർവെൽ ഓഫ് ടൈമിലും അല്ലേ, ഓരോ ഇൻ്റർവെൽ ഓഫ് ടൈമിലും ഇവിടുത്തെ ആക്സിലറേഷൻ എന്താണ്? സെയിം ആണ് അല്ലേ. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? സെയിം തന്നെയാണ് അല്ലേ. ഓരോ ഇൻ്റർവെൽ ഓഫ് ടൈമിലും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി സെയിം കിട്ടുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം ആക്സിലറേഷൻ അല്ലേ. Was the acceleration obtained as per table 2.6 the same on each occasion? നമ്മൾ ടേബിൾ 2.6 ആക്സിലറേഷൻ കണ്ടിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ടേബിൾ 2.7 ആക്സിലറേഷൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യും, ഈ ടേബിൾ 2.6 യൂണിഫോം ആക്സിലറേഷൻ ആണോ അല്ലെങ്കിൽ നോൺ യൂണിഫോം ആണോ? ടേബിൾ 2.7 യൂണിഫോം ആണോ അല്ലെങ്കിൽ നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. എത്ര പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ മഞ്ഞ ബോക്സ് നോക്കാം. An object is in uniform acceleration if the rate of change of velocity is equal at equal intervals of time അല്ലേ. ഒരു ഒബ്ജക്റ്റ് യൂണിഫോം ആക്സിലറേഷനിലാണ് നമ്മൾ എപ്പോഴാണ് പറയുക? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈക്വൽ ആയിരിക്കണം അല്ലേ, അറ്റ് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ആണ് നമ്മളുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം ആക്സിലറേഷൻ അല്ലേ. But if the rate of change of velocity of an object varies differently at equal intervals of time, then it is a non-uniform acceleration അല്ലേ. പക്ഷെങ്കിൽ എന്താ? നമ്മളുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലേ, ഒരു ഒബ്ജക്റ്റിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ വേരി ചെയ്യുകയാണെങ്കിൽ, വേരി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി കളിക്കുകയാണെങ്കിൽ അല്ലേ, വേറെ വേറെ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്ന് വിളിക്കും അല്ലേ. നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ എന്താണ്, നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. You have acquired some ideas about speed, velocity and acceleration. Overspeeding of vehicles causes accidents. We must strictly follow traffic rules to reduce accidents. Are accidents caused only by overspeeding of vehicles? Shouldn't pedestrians also follow the traffic rules? നോക്കാം ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അല്ലേ ഇതുവരെ ഈ ചാപ്റ്ററിൽ നമ്മൾ സ്പീഡ് എന്താണെന്ന് പഠിച്ചു അല്ലേ, വെലോസിറ്റി എന്താണെന്ന് പഠിച്ച്, ആക്സിലറേഷൻ എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു അല്ലേ. പിന്നെ എന്താ ഈ ഒരു
ഇതൊക്കെ നമ്മൾ വണ്ടിയുമായി അല്ലെ വെഹിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പോൾ നമ്മൾ ഓവർ സ്പീഡ് ആയി കഴിഞ്ഞാൽ അല്ലെ ഓവർ സ്പീഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പോൾ, അതായത് ഇപ്പൊ ബ്രേക്ക് പിടിക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പിടിക്കും, പക്ഷെങ്കിൽ എല്ലായ്പ്പോഴും അത് പോസിബിൾ ആവണമെന്നില്ല അല്ലെ. അപ്പോൾ അങ്ങനെ എന്തൊക്കെ വരും, ആക്സിഡൻസ് ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് എന്താ റോഡ് ആക്സിഡൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ട്രാഫിക് റൂൾസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ ഏരിയ ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് സ്ലോ ആയിട്ടായിരിക്കും പോകേണ്ടത് അല്ലേ. അതുപോലെ അവിടെ ഒരു ഹമ്പൊക്കെ കാണാനായിട്ട് പറ്റും അല്ലേ. ആ ഹമ്പൊക്കെ വെക്കുന്ന എന്തിനാ, നമ്മളുടെ വണ്ടി സ്പീഡിലാണ് വരുന്നതെങ്കിൽ ആ ഹമ്പ് കാണുമ്പോൾ ഒന്ന് സ്ലോ ആക്കും അല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരോ ട്രാഫിക് റൂൾസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ആർ ആക്സിഡൻസ് കോസ്ഡ് ഓൺലി ബൈ ഓവർ സ്പീഡിങ് ഓഫ് വെഹിക്കിൾസ്. ആക്സിഡൻസ് വണ്ടിയുടെ ഓവർ സ്പീഡ് കാരണം മാത്രമാണോ സംഭവിക്കാറ്? അല്ല അല്ലേ. ചിലപ്പോൾ എന്താ, ഷുഡിൻ പെഡസ്ട്രിയൻസ് ഓൾസോ ഫോളോ ദ ട്രാഫിക് റൂൾസ്. പെഡസ്ട്രിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ വഴിയിലൂടെ നടന്നു പോകുന്ന ആൾക്കാരുണ്ടാവില്ലേ, നമ്മൾ വെഹിക്കിളിലല്ലാണ്ട് റോഡിൻ്റെ സൈഡിലൂടെയൊക്കെ നടന്നു പോകുന്ന ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ ഓരോ എന്താണ് ഈ ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വിച്ച് ആർ ദ ട്രാഫിക് റൂൾസ് ഫോർ പെഡസ്ട്രിയൻ ടു ഫോളോ അല്ലെ. പെഡസ്ട്രിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നു പോകുന്ന ആൾക്കാർ അല്ലെ, നടന്നു പോകുന്ന ആൾക്കാർ, റോഡിൻ്റെ സൈഡിലൂടെയൊക്കെ നടന്നു പോകുന്ന ആൾക്കാർ യൂസ് ചെയ്യേണ്ട കുറച്ച് ട്രാഫിക് റൂൾസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. പെഡസ്ട്രിയൻ ഷുഡ് വാക്ക് അലോങ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ് അല്ലേ. നമ്മൾ എപ്പോഴും റോഡിലൂടെ അല്ല നടക്കുക, പക്ഷെങ്കിൽ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ എപ്പോഴും നമ്മളുടെ റൈറ്റ് സൈഡ് അല്ലേ, റൈറ്റ് സൈഡ്, റോഡ് റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ, നമ്മളുടെ റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നടന്നു പോകാനായിട്ട് വേണ്ടിയിട്ട് അല്ലേ. റോഡിൻ്റെ റൈറ്റ് സൈഡിലൂടെ വേണം നടക്കാനായിട്ട്. അടുത്തത്, ക്രോസ് ദ റോഡ് ഓൺലി അറ്റ് ദ സീബ്ര ക്രോസിംഗ് ഒബെയിങ് ദ ട്രാഫിക് സിഗ്നൽ അല്ലേ. നമ്മളൊക്കെ എന്താ ചെയ്യുക, ഇപ്പം ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നിന്നിട്ട് അങ്ങ് ക്രോസ് ചെയ്യും അല്ലേ. പക്ഷെ ശരിക്കും നമ്മൾ സീബ്ര ലൈൻ ഉണ്ടല്ലോ അല്ലേ, സീബ്ര ക്രോസിംഗ് ഉണ്ടല്ലോ, ഒരു വെള്ളയും കറുപ്പും ഇങ്ങനെ വരച്ചിട്ടുള്ള അല്ലേ, അതിലൂടെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ക്രോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ട്രാഫിക് സിഗ്നൽസ് ഒക്കെ എന്ത് ചെയ്യണം, ഒബേ ചെയ്യണം. അതുപോലെ വേറെ എന്തൊക്കെയാ, നമ്മൾ ട്രാഫിക്കിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാഫിക്കിനെ ഡിലേ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ക്രോസ് വാക്ക് ചെയ്യരുത് അല്ലേ. ക്രോസ് വാക്ക് അല്ലെങ്കിൽ എന്താ, ഇപ്പം നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ തോളിൽ കൈയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിരന്ന് നടന്ന് വരും അല്ലേ. അപ്പോൾ അതൊക്കെ ആക്സിഡൻസിന് കാരണമാവില്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും നടക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ അല്ലേ, ക്രോസ് ചെയ്യുമ്പോൾ ഒക്കെ ഫോണൊക്കെ വിളിച്ചിട്ട് അല്ലെ, ഫോണിലൊക്കെ നോക്കിയിട്ട് നടക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലേ. അങ്ങനത്തെ ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എന്താ, ഡ്രിങ്ക് ചെയ്യരുത് എന്നൊക്കെ പറയും അല്ലേ, ആൽക്കഹോളൊന്നും യൂസ് ചെയ്യരുത് എന്ന് പറയും അല്ലേ. അതേ സെയിം സാധനം തന്നെ നമ്മൾ പെഡസ്ട്രിയൻസ് ഫോളോ ചെയ്യണം. അതായത് നമ്മളിങ്ങനെ ഓവറായിട്ട് ഡ്രങ്ക് ഒക്കെ ചെയ്ത് കള്ളൊക്കെ കുടിച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് കാലിനൊന്നും ഒരു ബലം കിട്ടാത്ത പോലെ ആടി പോകുന്നതായിട്ട് കാണാറില്ലേ ഓരോരുത്തരെ. അപ്പം അങ്ങനെ പോകുമ്പോൾ വണ്ടിയൊക്കെ വേഗം വന്ന് കുത്താനായിട്ടുള്ള സാധ്യതയും ആക്സിഡൻസ് സംഭവിക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. ട്രാഫിക് സിഗ്നൽസ് ഒക്കെ ഫോളോ ചെയ്യണം. പിന്നെന്താ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഓക്കെ, ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. റോഡ് സൈൻസ് ആൻഡ് റോഡ് മാർക്കിങ്സ് ഹാവ് ബീൻ ഇംപ്ലിമെൻറ്റഡ് ടു റെഡ്യൂസ് റോഡ് ആക്സിഡൻറ്റ്സ് ആൻഡ് ടു എൻഷുർ സേഫ്റ്റി അല്ലേ. നമ്മളുടെ റോഡിൽ ഓരോരോ സൈൻസ് കാണും അല്ലേ. ഇടയ്ക്ക് റോഡിൽ ഒരു വെള്ള വര കാണാം അല്ലേ, ഇടയ്ക്ക് റോഡിൽ ഒരു മഞ്ഞ വരയൊക്കെ കാണാം അല്ലേ. പിന്നെ എന്താ, കുറേ സൈനുകൾ അല്ലേ, വലത്തോട്ട് തിരിയുക, ഇടത്തോട്ട് തിരിയുക, ഹോസ്പിറ്റൽ ഉണ്ട് മുന്നിൽ, സ്കൂളുണ്ട്, അങ്ങനെയൊക്കെ കാണിക്കുന്ന കുറേ സൈൻസ് ഉണ്ടാവും അല്ലേ. അതൊക്കെ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മളുടെ സേഫ്റ്റി അല്ലേ, നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും പിന്നെ റോഡ് ആക്സിഡൻസ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ടുമാണ്. റോഡ് സൈൻസ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. നമ്മളുടെ റോഡിലുള്ള സൈനുകൾ 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഹാവൻറ്റ് യു നോട്ടീസ്ഡ് സൈൻ ബോർഡ്സ് ഇറക്റ്റഡ് ഓൺ റോഡ് സൈഡിൽ വെച്ചിട്ടുള്ള സൈൻ ബോർഡ്സ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സം ഓഫ് ദം ആർ ഇൻ സർക്കുലർ, ട്രയാങ്കുലർ ഓർ റെക്റ്റാങ്കുലർ ഷേപ്സ് അല്ലേ. ചിലത് അല്ലേ സൈൻസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചില സൈനുകൾ എന്തായിരിക്കും, സർക്കുലർ ആയിരിക്കും അല്ലേ, ചിലത് എന്തായിരിക്കും,
ട്രയാങ്കിൾ ആയിരിക്കും അല്ലെ, ട്രയാങ്കിൾ ആയിരിക്കും. ചിലത് എന്തായിരിക്കും, റെക്റ്റാങ്കിൾ ഷേപ്പിലും ആയിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് 3 സൈൻസ് വരുന്നത്, സർക്കുലാർ, ട്രയാങ്കിൾ ആൻഡ് റെക്റ്റാങ്കിൾ. അപ്പൊ ഇങ്ങനത്തെയാണ് 3 സൈൻ കേട്ടോ, 3 കാറ്റഗറീസ് ഓഫ് റോഡ് സൈൻസ് ആണ് ഇത്, സർക്കുലാർ, ട്രയാങ്കിൾ ആൻഡ് റെക്റ്റാങ്കിൾ. ഈ സർക്കുലാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാൻഡേറ്ററി സൈൻസ് ആണ്. സർക്കുലാർ എന്താണ്, മാൻഡേറ്ററി സൈൻസ് ആണ് സർക്കുലാർ. അടുത്തത് എന്താണ്, ട്രയാങ്കിൾ അല്ലെ. ട്രയാങ്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോഷണറി സൈൻസ്, അതായത് വാർണിംഗ് സൈൻസ് ആയിരിക്കും. മുന്നിൽ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്കൂൾ ഉണ്ട്, അല്ലെ വേറെ എന്തെങ്കിലും ഉണ്ട്, അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് വാർണിംഗ് തരുന്നതാണ്, അതായത് വണ്ടി സ്ലോ ആക്കണം എന്നൊക്കെ തരുന്നത്. അടുത്താണ് ഇൻഫോർമേറ്ററി സൈൻ. ഇൻഫോർമേറ്ററി സൈൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 200 മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അങ്ങനെയൊക്കെ തരുന്ന എന്താണ്, ഒരു ഇൻഫോർമേഷൻ ആണ് അല്ലേ. അപ്പോൾ സർക്കുലാർ ആണെങ്കിൽ അത് മാൻഡേറ്ററി സൈൻസ് ആണ്, ട്രയാങ്കിൾ ആണെങ്കിൽ അത് കോഷണറി സൈൻസ് ആണ്, റെക്റ്റാങ്കിൾ ആണെങ്കിൽ അത് എന്തായിരിക്കും, ഇൻഫോർമേറ്ററി സൈൻസ് ആണ്. അപ്പോൾ ഈ 3 സൈൻസും പഠിച്ചു വെക്കുക കേട്ടോ, 3 സൈനും. അപ്പോൾ റോഡിൽ 3 സൈനാണ് ഉള്ളത്, സർക്കുലാർ, ട്രയാങ്കിൾ ആൻഡ് റെക്റ്റാങ്കിൾ. സർക്കുലാർ ആണെങ്കിൽ മാൻഡേറ്ററി, ട്രയാങ്കിൾ ആണെങ്കിൽ കോഷണറി ആൻഡ് റെക്റ്റാങ്കിൾ ആണെങ്കിൽ എന്താണ്, ഇൻഫോർമേറ്ററി സൈൻസ് ആണ്. അപ്പോൾ കുറച്ച് മാൻഡേറ്ററി സൈൻസ് നമുക്ക് പഠിക്കാം. ദീസ് സൈൻസ് ആർ വാർണിംഗ് സൈൻസ് ദാറ്റ് മസ്റ്റ് കമ്പൽസറി ബി ഫോളോഡ്. ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ മുന്നിലൊക്കെ അല്ലെങ്കിൽ ചില വീടുകളുടെ മുന്നിലൊക്കെ നമുക്ക് എന്ത് എഴുതിയിട്ടുണ്ടാവും, നോ പാർക്കിംഗ് എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലേ, നോ പാർക്കിംഗ്. അപ്പോൾ ഒരു സർക്കുലറിൻ്റെ ഉള്ളിൽ പി എന്ന് എഴുതിയിട്ട് ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ അല്ലേ, അത് എന്തായിരിക്കും, നോ പാർക്കിംഗ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു സർക്കുലാറിൽ എഴുതി പി എന്ന് മാത്രം എഴുതി എന്ന് വിചാരിക്കും അല്ലെ, പി എന്ന് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പാർക്ക് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പീനൊരു വെട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, നോ പാർക്കിംഗ് ആയിരിക്കും. ഇനി ഇതെന്താ, ഒരു സൈക്കിള് കാണുന്നുണ്ട് അല്ലെ, അപ്പൊ ഇത് നോ ബൈസൈക്കിൾസ് അല്ലെ. ഇതോ ഒരു ഹോണാണുള്ളത് അല്ലെ, അപ്പോൾ ആ ഒരു ഏരിയയിൽ ഹോണ് അടിക്കാനായിട്ട് പാടില്ല. അപ്പൊ ഇതാണ് എന്ത്, 3 മാൻഡേറ്ററി സൈൻസ് കേട്ടോ, 3 മാൻഡേറ്ററി സൈൻസ് ആണ് എന്ത്, നോ പാർക്കിംഗ്, നോ ബൈസൈക്കിൾസ്, നോ ഹോൺ കേട്ടോ. ഈ സർക്കിളിൽ വരുന്നതൊക്കെ എന്തായിരിക്കും, മാൻഡേറ്ററി സൈൻസ് ആയിരിക്കും. പാർക്ക് ചെയ്യാൻ പാടില്ല, ബൈസിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല, ഹോൺ അടിക്കാനായിട്ട് പാടില്ല. അപ്പൊ ഇതാണ് മാൻഡേറ്ററി സൈൻസ്. അടുത്ത നോക്കാം, കോഷണറി സൈൻസ് അല്ലെ. ദീസ് സൈൻസ് ആർ മെന്റ് ടു വാൺ അബൌട്ട് ദ റോഡ് കണ്ടീഷൻസ് ഇൻ ദ ജേർണി അഹെഡ് അല്ലെ. റോഡിന്റെ കണ്ടീഷൻ, മുന്നോട്ടേക്ക് പോകുന്തോറും റോഡിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്കൊരു വാർണിംഗ് തരുന്നതിനെയാണ് നമ്മൾ കോഷണറി സൈൻസ് എന്ന് പറയാം. ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കോഷണറി സൈൻസ് ഒരു ട്രയാങ്കിൾ ആയിരിക്കും ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതെന്താ കാണിക്കുന്നത്, നമ്മളുടെ റോഡിലുള്ള ഹമ്പ് അല്ലെ. അപ്പൊ ഇത് കുറച്ച് മുന്നോ വെക്കും അല്ലെ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, ഓ കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ കെയർഫുൾ ആയിരിക്കണം, കാരണം ഹമ്പ് വരുന്നുണ്ട്, ഹമ്പ് വരുമ്പോൾ വണ്ടി സ്ലോ ആക്കണം അല്ലെ. അങ്ങനെ ഒരു എന്ത് കിട്ടും, നമുക്കൊരു വാർണിംഗ് കിട്ടും അല്ലെ. അടുത്ത ഇത് നേരോ ബ്രിഡ്ജ്, അതായത് മുന്നോട്ടേക്ക് ഒരു കുഞ്ഞ് ബ്രിഡ്ജ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. കുഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വീതി കുറഞ്ഞ ഒരു ബ്രിഡ്ജ് ഉണ്ട് എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇനി അടുത്ത സ്കൂൾ അഹെഡ്, അതായത് മുന്നിലേക്ക് എന്തുണ്ട്, ഒരു സ്കൂൾ ഉണ്ട്. അപ്പോൾ സ്കൂളിന്റെ പരിസരത്തിലേക്ക് പോകുമ്പോൾ വാഹനം കടക്കുമ്പോൾ എന്ത് ചെയ്യണം, സ്പീഡൊക്കെ കുറച്ചതിന് ശേഷം മാത്രം പോവുക അല്ലെ. അപ്പൊ അതാണ് എന്ത്, 3 കോഷണറി സൈൻസ്. 3 മാൻഡേറ്ററി സൈൻസ് പഠിച്ചു, 3 കോഷണറി സൈൻസ് പഠിച്ചു. ഇനി അടുത്തതാണ് 3 ഇൻഫോർമേറ്ററി സൈൻസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. These signs provide information about the direction in which the driver has to go, the distance to various places and the അവൈലബിലിറ്റി ഓഫ് അതർ ഫെസിലിറ്റീസ് അല്ലേ. ഇതെന്താണ്, ഈ ഇൻഫോർമേറ്ററി സയൻസ് നമുക്ക് ഇൻഫോർമേഷൻ ആണ് തരുന്നത് അല്ലേ, ഏത് ഡയറക്ഷനിലേക്കാണ് ഡ്രൈവറിന് പോവേണ്ടത് അല്ലേ, അങ്ങനത്തെ ഒക്കെ എന്താണ്, ഇൻഫോർമേഷൻസ് ആണ് ഈ ഇൻഫോർമേറ്ററി സയൻസ് തരുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം, പെട്രോൾ പമ്പ് ഉണ്ട് അല്ലേ, പെട്രോൾ പമ്പ് ഉണ്ട്, ഇത് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ഇത് ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അല്ലേ, ഇത്ര മീറ്ററിൻ്റെ ഉള്ളിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ഒരു പെട്രോൾ പമ്പ് ഉണ്ട്.
അല്ലേ. അപ്പം അതൊക്കെ എന്താണ്, ഒരു ഇൻഫോർമേഷൻ തരുന്നതാണ് അല്ലേ. അതിനെയാണ് നമ്മൾ ഇൻഫോർമേറ്ററി സയൻസ് എന്ന് പറയാം. അപ്പം നമ്മൾ മൂന്ന് റോഡ് സയൻസ് പഠിച്ചതാണ് മാൻഡേറ്ററി സയൻസ്, കോഷണറി സയൻസ് ആൻഡ് ഇൻഫോർമേറ്ററി സയൻസ്. ഓരോന്നിലും എത്ര എണ്ണം വീതം പഠിച്ച്? 3 എണ്ണം വീതമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ റൗണ്ട് സർക്കിളിലാണെങ്കിൽ അത് മാൻഡേറ്ററി ആയിരിക്കും, ട്രയാങ്കിൾ ആണെങ്കിൽ കോഷണറി ആയിരിക്കും, റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഇൻഫോർമേറ്ററി സയൻസും ആയിരിക്കും. അപ്പോൾ ഇതാണ് 3 റോഡ് സയൻസ്. പിന്നെ നമ്മൾ എന്തും കൂടി പഠിച്ചിട്ടുണ്ട്, യൂണിഫോം ആക്സിലറേഷനും നോൺ യൂണിഫോം ആക്സിലറേഷനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇന്ന് ഇത്രയും മതി. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാനായിട്ടുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. എന്നാൽ പിന്നെ എനിക്ക് എന്ത് മാറ്റമാണോ വരുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ക്ലാസ് മുന്നോട്ടേക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.